പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം വരണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നത് മാത്രമാണ് ഏക മാർഗം എന്നാണ് UAE പറയുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരം എന്നത് ഏറ്റവും നല്ല വഴിയാണെന്ന് അവർ ആവർത്തിക്കുന്നു. ഇത് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് ആണ് വ്യക്തമാക്കിയത്. ഈ മാസം ആദ്യത്തിൽ ഗാസയിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഒരു ആദ്യഘട്ട കരാറാണ്. UAE ഇതിനെ സ്വാഗതം ചെയ്തു. ഗർഗാഷ് പറഞ്ഞത് ഈ വെടിനിർത്തൽ ഒരു പ്രധാന തുടക്കമാണ് എന്നാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സംഘർഷങ്ങളിൽ ഒന്നിനോടുള്ള സമീപനം നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുമാണ്. ഇത് ഒരു അവസരത്തിന്റെ നിമിഷമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബുദാബിയിൽ നടന്ന റോയിറ്റേഴ്സ് നെക്സ്റ്റ് ഗൾഫ് ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ചില നയങ്ങൾ ഇനി നടപ്പിലാവില്ല എന്നുകൂടി ഗർഗാഷ് പറഞ്ഞു. അവ ഇനി ആവർത്തിക്കുകയും അരുത്. ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ചുള്ള പരമാവധി വീക്ഷണങ്ങളും ഇനി സാധുവല്ല. ഒരേ ഭൂമിയിൽ പോരാടുന്ന രണ്ട് ദേശീയതകളുണ്ട്. ആ ഭൂമി വിഭജിക്കപ്പെടണം എന്ന പ്രശ്നം നാം പരിഹരിക്കണം. ഉദാഹരണത്തിന് ഇസ്രായേൽ വലതുപക്ഷം ഇത് നിലനിൽക്കും എന്ന് മനസ്സിലാക്കണം. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ അധിനിവേശം UAEക്ക് ഒരു ചുവപ്പ് രേഖയാണെന്ന് ഗർഗാഷ് മുന്നറിയിപ്പ് നൽകി. അതായത് അത് സ്വീകാര്യമല്ല. UAEയുടെ വിദേശകാര്യ സഹമന്ത്രി ലാന നുസൈബയും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. മേഖലയിൽ സഹിഷ്ണുത വളർത്താനും മാനസികാവസ്ഥ മാറ്റാനുമാണ് UAE ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കിയത് എന്നവർ പറഞ്ഞു. 2020 അബ്രഹാം അക്കോർഡ്സ് ഉപയോഗിച്ച് ഗാസയിലെ വെടിനിർത്തൽ കൈവരിക്കാൻ സഹായിക്കാൻ അറബ് മേഖലയുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും പങ്കാളിത്തം സ്ഥാപിച്ചു എന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ദശാബ്ദങ്ങളായി തുടരുന്നതാണ്. 1948 ഇസ്രായേൽ രൂപീകരണത്തോടെയാണ് ഇതിന്റെ ആരംഭം. ഫലസ്തീനികൾക്ക് സ്വന്തം രാഷ്ട്രം വേണമെന്നാണ് ആവശ്യം. ഗാസയും വെസ്റ്റ് ബാങ്കുമാണ് പ്രധാന പ്രദേശങ്ങൾ. പക്ഷേ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നു. ഇത് അധിനിവേശമായി കണക്കാക്കപ്പെടുന്നു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണം ഗാസയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. UAE 2020 ഇസ്രായേലുമായി എബ്രഹാം അക്കോർഡ്സ് ഒപ്പിട്ടു. ഇത് ഒരു ചരിത്രപരമായ കരാറാണ്. 2020 അബ്രഹാം അക്കോർഡ്സ് ഉടമ്പടികൾ ഇസ്രായേലും ചില അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കരാറുകളാണ്. UAEയും ബഹ്റൈനുമാണ് ഈ കരാറിൽ ആദ്യമായി ഒപ്പുവെച്ചത്. പിന്നീട് മൊറോക്കോയും സുഡാനും ഇതിന്റെ ഭാഗമായി. ഈ കരാറുകളുടെ പ്രധാന ലക്ഷ്യം മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയും ഒപ്പം സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുക എന്നതുകൂടിയാണ്. സെപ്റ്റംബർ 2025 UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടു. അവിടെ ഗാസയിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കലും ദ്വിരാഷ്ട്ര പരിഹാരവും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അനക്സേഷൻ നടത്തിയാൽ അത് നിരസിക്കുമെന്നും പറഞ്ഞു. UAE ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ നടപടികളെ ശക്തമായി വിമർശിച്ചു. ഓഗസ്റ്റ് 2025 ഇസ്രായേൽ ഗാസ പിടിച്ചടക്കുന്നത് അപലപിച്ചു. ദ്വിരാഷ്ട്ര പരിഹാരം വഴി മേഖലയിൽ സമാധാനം കൈവരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളെ സ്വാഗതം ചെയ്തു. ഗർഗാഷ് പറഞ്ഞത് നിലവിലുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് സഹായകമാവില്ല എന്നാണ്. പഴയ രീതികൾ മാറേണ്ടതുണ്ട്. ഇസ്രായേലിന് സുരക്ഷയും ഫലസ്തീനികൾക്ക് സുഗമമായ ജീവിക്കാവുന്ന രാഷ്ട്രവും ഉറപ്പാക്കണം. UAEയുടെ ഇസ്രായേലുമായുള്ള ബന്ധം ഒരു ലിവറേജ് ആണ്. അതായത് സമാധാനത്തിനായി ഉപയോഗിക്കാം. ഇത് എന്തുകൊണ്ടും പ്രധാനമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. UAE പോലുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നത് സമാധാനത്തിന് സഹായിക്കും. പക്ഷേ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ അത് പൂർണ്ണമാകില്ല. ഈ വെടിനിർത്തൽ ഒരു അവസരമാണ്, പക്ഷേ അപകടകരവുമാണ്. എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ശാശ്വതമായ സമാധാനം കൈവരിക്കാം. UAEയുടെ നിലപാട് പ്രതീക്ഷ നൽകുന്നതുമാണ്.